നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ടുകളെല്ലാം കിട്ടാറുണ്ട്. എന്നാൽ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടുകൾക്ക് പുറമെ എക്സ്ട്രാ ക്യാഷ് ബാക്ക് കൂടി കിട്ടിയാലോ? കിട്ടിയ ക്യാഷ് ബാക്ക് ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയാലോ? നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് കുറച്ചും കൂടി ലാഭകരമാകില്ലേ? എന്നാൽ ഓരോ ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെയും നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് എനിക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ കിട്ടിയ ക്യാഷ് ബാക്കാണ് ഈ കാണുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ ക്യാഷ് ബാക്ക് ലഭിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ആ കമ്പനികളല്ല നമുക്ക് ക്യാഷ് ബാക്ക് തരുന്നത്. ലെറ്റിഷോപ്പ് എന്ന ആപ്പാണ് നമുക്ക് ക്യാഷ് ബാക്ക് തരുന്നത്. ആമസോണോ ഫ്ലിപ്കാർട്ടോ നമുക്ക് നേരിട്ട് പണം തിരികെ നൽകില്ല. ഇവിടെയാണ് ലെറ്റിഷോപ്പ് എന്ന ആപ്പിന്റെ പ്രാധാന്യം. നമ്മൾ സാധാരണ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന രീതിയിൽ നിന്ന് ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി. കാര്യം വളരെ സിമ്പിളാണ്, ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ക്യാഷ് ബാക്ക് ലഭിക്കുന്നത്, ലെറ്റിഷോപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നെല്ലാം നമുക്ക് നോക്കാം. ആദ്യം ലെറ്റിഷോപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. പുതുതായി ജോയിൻ ചെയ്യുന്നവർക്ക് 70 രൂപയുടെ വെൽക്കം ബോണസ് ലെറ്റിഷോപ്പ് നൽകുന്നുണ്ട്. ഈ 70 രൂപയുടെ ബോണസ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ കൊടുത്ത അതേ ലിങ്ക് വഴി ലെറ്റിഷോപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യുകയും അതോടൊപ്പം 30 ദിവസത്തിനുള്ളിൽ 300 രൂപയ്ക്ക് മുകളിൽ ലെറ്റിഷോപ്പ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ബോണസ് ലഭിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്താൽ ഈ ബോണസ് ലഭിക്കില്ല. ലെറ്റിഷോപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരുന്നത്. ഇവിടെ അലോ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെയായിരിക്കും കാണുവാൻ സാധിക്കുക. ഇവിടെ ജോയിൻ എന്നും ലോഗിൻ എന്നും കാണാം. നിലവിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ലോഗിൻ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഞാൻ ഇവിടെ പുതിയൊരു അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നത്. പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ജോയിൻ എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ എന്ന ഈ ഒരു പേജ് ഓപ്പൺ ആകും. ഇനി നിങ്ങൾ അക്കൗണ്ടിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഇമെയിൽ ഐഡിയും ഒരു പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജോയിൻ എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ കൺഫേം കൺട്രി ആൻഡ് കറൻസി എന്ന ഈ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡൺ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ലെറ്റിഷോപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ആപ്പ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. ഇവിടെ താഴെ സ്റ്റോർ, ഇൻവൈറ്റ്, അക്കൗണ്ട് എന്നീ 3 ഓപ്ഷനുകൾ കാണാം. ഇതിൽ സ്റ്റോർ എന്നതിൽ ഒരുപാട് ഓൺലൈൻ സ്റ്റോറുകളുടെ ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാനാകും. ഇതിൽ ആമസോണും ഫ്ലിപ്കാർട്ടും മാത്രമല്ല ഉള്ളത്. നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ സ്റ്റോറുകൾ ഇവിടെ കാണാം. ഹോട്ടൽ ബുക്കിങ്ങിലൂടെ, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിങ്ങിലൂടെയെല്ലാം നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും. ഈ ലിസ്റ്റിൽ കാണുന്ന സ്റ്റോറുകളിൽ നിന്നെല്ലാം നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. ഓരോ സ്റ്റോറുകളിൽ നിന്നും കിട്ടുന്ന ക്യാഷ് ബാക്ക് എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഓരോ സ്റ്റോറുകളുടെ നേരെ കാണുന്ന ക്യാഷ് ബാക്കുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ സ്റ്റോറുകളുടെ നേരെ കാണുന്ന ഈ ക്യാഷ് ബാക്ക് ആ സ്റ്റോറുകളിലുള്ള എല്ലാ പ്രൊഡക്റ്റുകൾക്കും അതേ ക്യാഷ് ബാക്ക് ആയിരിക്കില്ല. അതിൽ കാറ്റഗറിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇനി ഈ ക്യാഷ് ബാക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ആമസോണിൽ നിന്ന് നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ ഇവിടെ കാണുന്ന ആമസോൺ എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ കണ്ടീഷനുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏതെല്ലാം പ്രൊഡക്റ്റുകൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും, ഓരോ കാറ്റഗറിക്കും എത്ര ശതമാനം ക്യാഷ് ബാക്ക് ലഭിക്കും എന്നെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇനി ഇവിടെ കാണുന്ന ഗോ ടു സ്റ്റോർ എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ക്യാഷ് ബാക്ക് ആക്ടിവേഷൻ പ്രോസസ്സിങ്ങിനായി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ആക്ടിവേഷൻ കഴിഞ്ഞാൽ ആമസോണിന്റെ സൈറ്റ് ഓപ്പൺ ആകും. ഇനി നിങ്ങളുടെ ആമസോൺ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ലോഗിൻ ചെയ്തതിന് ശേഷം ആമസോണിൽ നിന്നും നിങ്ങൾ സാധാരണ ഓർഡർ ചെയ്യുന്നത് പോലെ ഓർഡർ ചെയ്യുക. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ക്യാഷ് ബാക്ക് ലഭിക്കണമെങ്കിൽ ഓർഡർ ചെയ്യേണ്ടത്. സംഗതി വളരെ സിമ്പിൾ അല്ലേ? ആദ്യം നിങ്ങൾ ചെയ്തിരുന്ന രീതിയിൽ നിന്ന് ഒരു ചെറിയ മാറ്റം മാത്രമല്ലേ ഉള്ളൂ. ഇനി നമുക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് വിവരങ്ങൾ അറിയാൻ ലെറ്റിഷോപ്പ് ആപ്പിൽ അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ മുകളിൽ തന്നെ നമുക്ക് കിട്ടിയ ടോട്ടൽ ക്യാഷ് ബാക്ക് ബാലൻസ് എത്രയാണ്, പെൻഡിങ് ക്രെഡിറ്റ് ബാലൻസ് എത്രയാണ്, ഇതെല്ലാം ഇവിടെ കാണാനാകും. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ഓർഡർ ചെയ്ത ഉടൻ തന്നെ ഇവിടെ കാണിക്കില്ല. ഡെലിവറി ആയ ശേഷം ആദ്യം പെൻഡിങ് ക്രെഡിറ്റ് ബാലൻസിലായിരിക്കും കാണിക്കുക. പിന്നീടാണ് നമ്മുടെ ലെറ്റിഷോപ്പ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നത്.
മിനിമം 60 ദിവസം, കൂടിപ്പോയാൽ 120 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലെറ്റിഷോപ്പ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. നിങ്ങൾക്ക് എത്ര ക്യാഷ് ബാക്ക് കിട്ടി, എന്നാണ് ലെറ്റിഷോപ്പ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക എന്നീ കാര്യങ്ങൾ അറിയാൻ മൈ ക്യാഷ് ബാക്ക് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്താൽ മതി. അതിൽ നമ്മുടെ ക്യാഷ് ബാക്ക് റിപ്പോർട്ടുകളെല്ലാം കാണാനാകും. ഇനി ക്യാഷ് ബാക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി വിഡ്രോ ഫണ്ട് എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ മുകളിൽ തന്നെ ഏതെല്ലാം രീതിയിലൂടെ നമുക്ക് വിഡ്രോ ചെയ്യാനാകും എന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേപാൽ, ബാങ്ക് ട്രാൻസ്ഫർ, UPI എന്നീ 3 ഓപ്ഷനുകളാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. മിനിമം വിഡ്രോ എമൗണ്ട് 250 രൂപയാണ്. അപ്പോൾ ഇനി മുതൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ലെറ്റിഷോപ്പ് ഉപയോഗിക്കൂ, ക്യാഷ് ബാക്ക് നേടൂ. ലെറ്റിഷോപ്പ് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക് ഒരു ഉപകാരമായാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ലെറ്റിഷോപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റായി അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.